ഉപ്പുമുളകും സീരിയലിൽ എന്തു പറ്റി എന്നാണ് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ചിത്രവും വീഡിയോയുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാം. ഇന്നലെ പ്രണയ ദിനമാണ്. വാലന്റൈൻസ് ഡേ ദിനമായതുകൊണ്ട് തന്നെ നിരവധി പേര് ഇതിന്റെ ആഘോഷമായിട്ട് പല ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഉപ്പുമുളകും ടീമിന്റെ വക പങ്കുവച്ച ചിത്രമാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. കേശു വിവാഹിതനായതുപോലൊരു വീഡിയോയും ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും ക്രിസ്ത്യൻ രീതിയിലെ ഒരു ഇംഗ്ലീഷ് വിവാഹം. ഇത് ശരിക്കുമുള്ളതാണോ എന്ന് പോലും വിശ്വസിച്ചിരിക്കുന്ന നിരവധി പേരുണ്ട്. ഉപ്പുമുളകിലും കേശുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അൽസാബിദ് എന്ന കുട്ടിക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് എല്ലാവരും എടുത്തു പറയുന്നു. ഈ പരമ്പര തുടങ്ങിയ സമയത്ത് കേശു വളരെ ചെറിയ കുട്ടിയാണ്, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ആ കേശുവാണ് ഇന്ന് ഇത്രയും വളർന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. ഇത് അൽസാബിദ് തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ടായിരുന്നു. ഉപ്പുമുളകും ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ആരാധകർക്ക് കുറച്ചധികം സമയമെടുത്തു. അൽസാബിദ് ഇത്രയും വളർന്നു എന്നായിരുന്നു ആദ്യം എല്ലാവരുടെയും സംശയം. പിന്നാലെ തന്നെ ഇത് ഷൂട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അൽസാബിദ് ഒരു മുസ്ലിം പയ്യനാണ് എന്നും അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കല്യാണം കഴിക്കില്ല എന്നുമായിരുന്നു ആരാധകർ ആദ്യം പറഞ്ഞത്. പിന്നീട് തന്നെ ഇത് ഷൂട്ടിന് വേണ്ടി എന്തോ ചെയ്തതാണ് എന്നും ഉപ്പുമുളകിലെ എന്തോ എപ്പിസോഡാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു. അതിലൂടെയാണ് അവരുടെ ഞെട്ടലെല്ലാം അവസാനിച്ചതെന്ന് വേണം പറയാൻ. അതുവരെ എല്ലാവരും ഒന്ന് ഞെട്ടി പ്രതീക്ഷിച്ചിരുന്നു, എന്തോ സംഭവിക്കുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് കേശു എന്ന കഥാപാത്രം. അൽസാബിദ് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതെല്ലാവരും കയ്യിലെടുക്കുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തയും ഏറ്റെടുത്തു. ഇപ്പോൾ കേശു വളർന്നു വലുതായി, വിവാഹവും കഴിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ ലച്ചുവിന്റെ മുടിയന്റെ വിവാഹം കഴിഞ്ഞു. കേശുവിന്റെ വിവാഹമായിരുന്നു ഇനി ബാക്കിയുണ്ടായിരുന്നത്. സീരിയൽ അനുസരിച്ച് കേശുവിന് നല്ല പ്രായമുണ്ടെന്നും കേശുവിന്റെ വിവാഹം കഴിഞ്ഞെന്നുമാണ് ചിത്രീകരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിനൊരു ക്രഷ് ഉണ്ടായിരുന്നു, അലീന ഫ്രാൻസിസ്. വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തുകയാണ്. അന്ന് ഒരുപാട് തന്നെ മുന്നോട്ട് വന്ന ഒരു കഥാപാത്രമായിരുന്നു അലീന ഫ്രാൻസിസ് എന്ന കഥാപാത്രം. ആ കഥാപാത്രം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അലീന വീണ്ടും പരമ്പരയിൽ എത്തുമ്പോൾ പ്രേക്ഷകരും കൈയടിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും കേശുവിന്റെ ഈ തീരുമാനത്തെയും അംഗീകരിക്കുന്നുവെന്ന് പറയുന്നു. വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിഞ്ഞുകൊണ്ട് വരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ഈ ദൃശ്യങ്ങളാണ് എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടിച്ചത്. കേശു വിവാഹിതനായോ എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സംശയമായിരുന്നു. പിന്നാലെയാണ് ഇത് എപ്പിസോഡിലെ കാര്യമാണ് എന്ന് മനസ്സിലായത്. ആദ്യം എല്ലാവരും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെന്നും ഇപ്പോൾ ഇതിന്റെ കാലമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകളുമാണ് നിറഞ്ഞത്. വാലന്റൈൻസ് ഡേയിൽ കേശുവിന് വരെ പെണ്ണായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകളും ഉണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.